ഹലോ അസ്സലാമു അലൈക്കും. എടാ നമ്മുടെ +1 അറബി പരീക്ഷ വരാൻ പോവാണല്ലോ അല്ലേ. അപ്പോൾ ആ +1 അറബി പരീക്ഷയിൽ നിങ്ങൾക്ക് എന്തായാലും ചോദിക്കുമെന്ന് ഉറപ്പുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാൻ പോവുകയാണേ. ഓക്കെ, നിങ്ങൾ റെഡി ആയിക്കോളി. ഓക്കെ, അതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, 10ാം ക്ലാസ്സിലും +1ലൊക്കെ എജുപോർട്ടിൻ്റെ അറബി ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയി എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല, ഈ വീഡിയോ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടി വേണം കേട്ടോ. ഓക്കെ റെഡി. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ക്വസ്റ്റ്യൻസ് എന്തായാലും +1ൻ്റെ പബ്ലിക് എക്സാമിൽ എന്തായാലും വരുന്ന ചോദ്യമാണെന്ത്, ഒരു പാരഗ്രാഫ് തന്നിട്ട് ഇപ്പോൾ 3-4 സെൻറ്റൻസ് ഉണ്ടാവുള്ളൂ. നിങ്ങളോട് ഇസ്മ്, ഫഅല്, ഹർഫ്, നൗൺസ് പേരുകളും വെർബുകളും ഹർഫുകളൊക്കെ ഇതിൽ നിന്ന് സെപ്പറേറ്റ് കണ്ടെത്തി എഴുതാൻ ചോദിക്കും. അർത്ഥം അറിയാത്ത കുട്ടികൾക്കും ഇത് ഈസിയായി എഴുതാനുള്ള ട്രിക്കുകളൊക്കെ നമ്മൾ ലൈവിലുണ്ടാവും കേട്ടോ, പറഞ്ഞുതരും. ഓക്കെ, രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് തരും. ആ പാരഗ്രാഫ് ചിലപ്പോൾ ഉണ്ടാവല് പുരുഷനെക്കുറിച്ചോ സ്ത്രീനെക്കുറിച്ചോട്ടായിരിക്കും. അത് എഡിറ്റിംഗ് ചെയ്തിട്ട് മാറ്റി എഴുതാനുള്ള, പല രീതിയിൽ മാറ്റി എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഹുവ ഹിയാക്കി മാറ്റി അങ്ങനെ വരാം, സ്ത്രീനെ പുരുഷനാക്കി. എന്തായാലും എഡിറ്റിംഗ് ചെയ്ത് മാറ്റി എഴുതുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഷുവർ ക്വസ്റ്റ്യനാണ്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യന്, ഇത് സിമ്പിൾ ക്വസ്റ്റ്യനാണെന്ന് സ്ഥിരം വരുന്ന ക്വസ്റ്റ്യനുമാണ്. ഒരു പാരഗ്രാഫ് തരുന്നു, ആ പാരഗ്രാഫുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് താഴെ കൊടുക്കും. ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഈ പാരഗ്രാഫിൽ നിന്ന് കണ്ടെത്താനുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. അത് ഈസി ആയിട്ട് അർത്ഥം അറിയാത്ത കുട്ടിയെ കണ്ടെത്തുന്ന ട്രിക്കൊക്കെ നമ്മൾ എജുപോർട്ടിൻ്റെ ക്ലാസ്സിലുണ്ടാവും. ഇനിയോ മറ്റൊന്ന്, ഈജാബിയ സെൽബിയ, പോസിറ്റീവ് നെഗറ്റീവ്. ഈ കൊടുത്ത സെൻറ്റൻസുകളൊക്കെ വായിച്ചിട്ട് ഇതിൽ പോസിറ്റീവ് അത് നെഗറ്റീവ് അത് കണ്ടെത്താനുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അത് മീനിങ് അറിയില്ലെങ്കിൽ ഏറെക്കുറെ എങ്ങനെ കണ്ടെത്തുക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ലൈവ് ക്ലാസ്സിൽ നമ്മൾ പറയും. യെസ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യനാണ്, സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്കറിയാം, കവിതേൻ്റെ ലൈന് തരുന്നു, കവിതേൻ്റെ മീനിങ് തരുന്നു. കവിതേൻ്റെ ലൈനും മീനിങ്ങും കൂടി മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് അതും സ്ഥിരമായി ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യനാണ്. അർത്ഥം അറിയാത്ത കുട്ടിക്ക് ഇതെങ്ങനെ മാച്ച് ചെയ്യുക എന്നുള്ളത് നമ്മൾ വീഡിയോയിൽ പറയും കേട്ടോ. യെസ്. ഇനി നെക്സ്റ്റ് എന്താണ്, ഒരു ഹിവാർ എഴുതാൻ, ആരെങ്കിലും ആയിക്കൊണ്ട് ഒരു ഹിവാർ എഴുതാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് സ്ഥിരം വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്. ഇതും നിങ്ങൾ പഠിച്ച് റെഡിയാവുക കേട്ടോ. മറ്റൊന്ന്, എന്തായാലും സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് വെള്ളത്തിനെ കുറിച്ചുള്ളൊരു പാരഗ്രാഫ്. അതല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് എഴുതാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ഈസി ആയിട്ട് പാരഗ്രാഫ് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ട്രാ പോയിൻറ്റ്സ് വേർഡ്സ് നമ്മൾ നോട്ട് ചെയ്ത് നോക്കണം. പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് എന്തായാലും പരീക്ഷയ്ക്ക് ഉണ്ടാവും. ഇനിയോ ഫിക്രത്തുൽ മർക്കസിയ, കവിതൻ്റെ ലൈന് തന്നിട്ട് അതിൻ്റെ ആശയം എഴുതാനുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ. അതും സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യനും നിങ്ങളെ പബ്ലിക് അറബിൻ്റെ എക്സാമിന് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഇനി പാരഗ്രാഫ് തന്നിട്ട് നമ്മളോട് അതിൽ നിന്ന് എന്ത് ചെയ്യും, ചോദ്യങ്ങൾ ഉണ്ടാക്കാനുള്ള, അതും സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യനാണ്. ചോദ്യം ഉണ്ടാക്കാനുള്ള ചോദ്യവും പരീക്ഷ ഇതിലുണ്ടാവും. ദെൻ മറ്റൊന്ന്, ഒരു ട്രാൻസ്ലേഷൻ, അറബിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്കോ ഇംഗ്ലീഷിൽ നിന്ന് അറബിയിലേക്കോ ഒരു ട്രാൻസ്ലേഷനും സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, അതും ഉണ്ടാവും. മറ്റൊരു കാര്യം വെച്ചാൽ ആസ്വാദനക്കുറിപ്പ്. ഏതെങ്കിലും ഒരു കവിതൻ്റെ ആസ്വാദനക്കുറിപ്പ് എഴുതാനുള്ള ചോദ്യം, അത് അപ്രീസിയേഷൻ ചെയ്താലുള്ള ചോദ്യം, അതും ഷുവറാണ്. ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് കം തെസ്റ്റക്കി എന്ന് പറയുന്ന കവിത, അല്ലെങ്കിൽ ഖൈറുള്ള എന്ന് പറയുന്ന കവിതയെ കുറിച്ച് എന്ത് ചെയ്യും, നിങ്ങളോട് അത് എഴുതാൻ വേണ്ടി പറയും. ഓക്കെ, ഖൈറുള്ള അല്ല, ഹനി എലക്ക് എന്ന് പറയുന്ന കവിത. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഷുവറായിക്കൊണ്ട് നമ്മളെ പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ്. സോ ഇതൊക്കെ നിങ്ങൾ പ്രിപ്പയർ ആവുക. മാത്രമല്ല, ഇത് അറിയില്ലെങ്കിലും നിങ്ങൾ ഒന്നുകൊണ്ടും പഠിക്കേണ്ട. കഴിഞ്ഞ എക്സാമുകളിലൊക്കെ എജുപോർട്ട് നിങ്ങളെ സഹായിച്ചതുപോലെ ഈ എക്സാമിനെ സഹായിക്കും. നിങ്ങൾ എജുപോർട്ട് ലൈവ് വന്ന് കണ്ട് നേരെ പോയി പരീക്ഷ എഴുതിക്കോളി. അടിപൊളിയായിട്ട് ഡബിൾ പാസ് അല്ല, ഫുൾ മാർക്ക് വാങ്ങാൻ നിങ്ങളുടെ ലെവലിലേക്ക് നിങ്ങൾ മാറും. ഓക്കെ, അപ്പോൾ ഇതിന് മുമ്പത്തെ എജുപോർട്ടിൻ്റെ ക്ലാസ് കണ്ട ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം, ലൈവിൽ കാണാം കേട്ടോ. ബായ്, അസ്സലാമു അലൈക്കും.